Hello students, in this session we are discussing the second part of our matrices. നമ്മൾ മെട്രിക്സ് എന്ന് പറഞ്ഞ പാഠത്തിലെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടിന്യൂവേഷനാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ഏരിയ ഒരു പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ആ ഒരു പാഠത്തിലെ 90% കാര്യങ്ങളും അത് വെച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലുള്ള 90%ലും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. ഒരു മെട്രിക്സിനെ നമ്മൾ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സിൽ എന്തുണ്ടാവും? വാല്യൂസ് ഉണ്ടാവും. 2, 1, 4, 3. ഇതൊരു 2x2 മെട്രിക്സാണ്. അതായത് 2 റോയും 2 കോളുമുള്ള മെട്രിക്സാണ്. 2x2 എന്ന് പറയുന്നത് ആ മെട്രിക്സിൻ്റെ ഓർഡറാണ്. സോ 2x2 2/2 എന്ന് പറയാറുണ്ട്. സോ ഈ 2 എന്ന് സൂചിപ്പിക്കുന്നത് എത്ര റോകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ 2 സൂചിപ്പിക്കുന്നത് എത്ര കോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 2/1 മെട്രിക്സ് എഴുതാൻ പറ്റുന്നെങ്കിൽ എന്ത് ചെയ്യണം? 2 റോ ഉള്ള ഒരു കോളുള്ള ഒരു മെട്രിക്സ് എഴുതണം. സോ ഇതൊരു 2/1 മെട്രിക്സാണ്. അപ്പോൾ ഈ ഒരു 2/1 മെട്രിക്സ്, 2/2 മെട്രിക്സ്, ഇതിൻ്റെ ബേസിക് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു മെട്രിക്സിനോട് നമ്മളൊരു സ്കേലാർ, ഒരു 4 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് നമ്മൾ ചെയ്യുക? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ആൻസർ എന്ത് കിട്ടും? 4x2 എന്ന് പറഞ്ഞാൽ 8, 4x1 എന്ന് പറഞ്ഞാൽ 4. സോ ഈ ഒരു മെട്രിക്സ് ഇങ്ങനെയായി മാറും. അപ്പോൾ ഇങ്ങനെ സ്കേലാർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, ഒരു മെട്രിക്സിനെ വേറൊരു സംഖ്യ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഡീറ്റെയിൽ ആയി നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമുക്ക് ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് 2 മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതൊരു മെട്രിക്സ് ഇവിടെ ഉണ്ട്, ഇതിൽ വേറൊരു മെട്രിക്സ് ഉണ്ട്, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ വേറെ മെട്രിക്സ് ആയിരിക്കും. ആ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്, കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കണം. സിമ്പിളായിട്ടുള്ളൊരു റൂൾ ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതൊരു 2x1 മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഇതൊരു 2x2 മെട്രിക്സ് ആണ്, ഇതൊരു 2x1 മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ ഈ ഒരു റോയും ഈ ഒരു റോയും ഈ ഒരു കോളും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. അതായത് ഇവർ തമ്മിൽ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ നമ്പറും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോൻ്റെ നമ്പറും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 സംഖ്യകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഈ 2 സംഖ്യ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 സംഖ്യയുടെ മെട്രിക്സ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അതായത് ഇതൊരു 2x1 മെട്രിക്സ്, ഇത് 2x1 മെട്രിക്സ് ആണ്, ഇത് 2x2 മെട്രിക്സ് ആണ്. ഇവ രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2x1 ആയിരിക്കും. അതായത് ഈ ഒരു മെട്രിക്സ് ഈ ഒരു 2x1 ആയിരിക്കും. സോ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയും, എക്സാമ്പിൾ വെച്ച് പറയും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ഞാൻ എക്സാമ്പിൾ എടുക്കാം. 2, 5, 8, 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഓർഡർ എന്താണ്? ഇത് 2x2 ആണ്. ഞാനിത് എക്സാമ്പിൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. ജസ്റ്റ് ഒരു പറഞ്ഞു പോണ പോലെ ആയിരിക്കില്ല. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ഇത് ഓർഡർ 2 എന്ന് പറയാൻ കാരണം എന്താ? ഇതെന്താണ്? ഈ റോ 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. സോ 2 റോ 2 കോളം, ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരു 2x1 മെട്രിക്സിനോടാണ്. ഇതൊരു 4, 40, 2 അങ്ങുണ്ട്. ഇത് 2x1 മെട്രിക്സ് ആണ്. അപ്പോൾ 2x2 മെട്രിക്സ് എടുത്തിട്ടുണ്ട്, 2x1 മെട്രിക്സ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുക ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോയെന്ന്. എങ്ങനെ നോക്കുക? ഈ 2 സംഖ്യകൾ ഈക്വൽ ആണോ? ആ 2 സംഖ്യകൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. റൂള് നമ്മൾ തീർച്ചയായും പഠിച്ചെടുക്കണം. ഇത് വേറെ ആണെങ്കിലോ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഏത് ഓർഡറിലായിരിക്കും? 2x1 മെട്രിക്സ് ഓർഡറിലായിരിക്കും. സോ ഈ 2 മെട്രിക്സ് ഉണ്ടല്ലോ, 2x1 മെട്രിക്സിൻ്റെ ഓർഡറിലായിരിക്കും നമ്മൾക്ക് ഇവ രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ്. സോ ആദ്യം പഠിക്കേണ്ട കാര്യം അതാണ്. 2 മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇനി ഞാൻ പറഞ്ഞുതരാം. 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാണ്. അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ ആദ്യത്തെ മെട്രിക്സിൻ്റെ റോ എടുക്കുന്നു, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളം എടുക്കുന്നു. നമ്മൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ റോയിനെ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക ഫസ്റ്റ്. സോ ആദ്യത്തെ മെട്രിക്സ് എടുത്തു, ആദ്യത്തെ മെട്രിക്സിൻ്റെ റോ എടുത്തു, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളം എടുത്തു. സോ ഇവർ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുന്ന ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്? 2 എന്നുള്ള ഒരു ഡിജിറ്റ് എടുത്തു, എന്നിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഞാൻ 2 എടുക്കുന്നു, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ഇടുന്നു, രണ്ടാമത്തെ ഡിജിറ്റ് എടുക്കുന്നു, അതിലുള്ള കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ആദ്യം ഞാൻ എന്ത് ചെയ്തത്? ഇതെടുത്തു, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ രണ്ടാമത്തെ ഇതെടുത്തു, ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 2x4 മൾട്ടിപ്ലൈ ചെയ്തു, 2x4 എന്ന് വന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്താ വരിക? 5x40. സോ ഇതൊരൊറ്റ ടേമാണ്. നമ്മൾക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? 2x1 ആണ്.
അതായത് നമ്മൾ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 × 1. അതിൽ 2 റോ ഉണ്ടാവും, ഒരു കോളം ഉണ്ടാവും. അത് ഓൾറെഡി നമുക്കറിയാം, ഇത് നോക്കി തന്നെ പറയാൻ പറ്റും. സോ ഇത് 2 × 1 മെട്രിക്സ് ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതിലെ ഒന്നാമത്തെ ടേം കിട്ടി. ഒരു 2 × മെട്രിക്സിൽ ഒരു 2 റോയും ഉണ്ടാവും, ഒരു കോളം ഉണ്ടാവുള്ളൂ. സോ ഇതിൽ ആദ്യത്തെ ടേമാണ് ഈ നിൽക്കുന്നത് 2 × 4 + 5 × 40. അടുത്ത ടേം എങ്ങനെ എഴുതുക? അടുത്ത ടേം എഴുതാൻ വേണ്ടി ഇതേപോലെ തന്നെ ആദ്യത്തെ ഒരു ഡിജിറ്റ് എടുക്കുന്നു, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 8 × 4 പ്ലസ് അടുത്തത് രണ്ടാമത്തെ ഡിജിറ്റ് എടുക്കുന്നു, രണ്ടാമത്തെ കോളത്തിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 10 × 40. ഇതിൻ്റെ ആൻസർ എന്താ വരിക? 2 × 4 എന്ന് പറഞ്ഞാൽ 8, 8 + 5 × 40 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ കിട്ടും. സോ രണ്ടും കൂടെ ആഡ് ചെയ്ത് അപ്പോൾ 5 × 4 എന്ന് പറഞ്ഞാൽ എന്തൊരു 20. സോ 200 എന്ന് ഇവിടെ വരും. പിന്നെ 4 8 അവിടെ ആ ഒരു സംഖ്യ വരും. അങ്ങനെ അടുത്ത സംഖ്യയോട് ആഡ് ചെയ്യും. സോ ടോട്ടൽ നമുക്ക് വേറെ സംഖ്യ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 4 എന്ന് പറയുമ്പോൾ 2 8 16, 8 4 വരുമ്പോൾ 32 വരും. പ്ലസ് 10 × 40 എന്ന് പറഞ്ഞാൽ അത് 400 വരും. സോ 10നെ 4 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 40ന് 0 ഇട്ട് കൊടുത്താൽ മതി, 400 വരും. കാൽക്കുലേറ്റർ നിങ്ങൾ തെറ്റാതെ ക്ലിയർ ആയിട്ട് ചെയ്യുക. സോ ഇത് രണ്ടും ആഡ് ചെയ്യുക. 200 + 8 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 208 ബൈ അതായത് അടിയത്തെ നമ്പർ എന്ന് പറയുന്നത് 400/30 + 32 432. സോ ഇത് ക്ലിയർ ആയി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ കിട്ടിയത്. 208 എന്നുള്ള ഒരു നമ്പർ ഉണ്ട്, 402 എന്നുള്ള വേറെ നമ്പർ ഉണ്ട്. ഇതിൻ്റെ ഓർഡർ എന്താണ്? 2 × 1 ആണ്. അതായത് 2 റോ ഉണ്ട്, ഒരു കോളം. സോ 2 × 1 മെട്രിക്സാണ്. നമുക്ക് കിട്ടുമ്പോൾ 2 × 1 മെട്രിക്സാണ് കിട്ടുക ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളെ മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾ അറിയുന്നതാണെങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് ചെയ്ത് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 × 1 മെട്രിക്സിനെ 2 × 2 മെട്രിക്സിനെ 2 × 1 കൊണ്ട് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് 2 × 1 മെട്രിക്സ് കിട്ടി. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കുക, നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. സോ ഞാൻ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒപ്പം തന്നെ പെട്ടെന്ന് നിങ്ങൾ ചെയ്തു വരിക. കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഒരു പ്രോബ്ലം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രോബ്ലം വരുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. സോ ഇവിടെ 2 മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 × 2 മെട്രിക്സ് ആണ്, ഇതൊരു 2 × 2 മെട്രിക്സ് ആണ്. സോ ഇവിടെ ആദ്യത്തെ ഈ 2 നമ്പറുകൾ ഈക്വൽ ആണ്. സോ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അതിൻ്റെ ഔട്ട്പുട്ട് മെട്രിക്സിൻ്റെ ഓർഡർ എന്താ വരിക? 2 × 2 ആയിരിക്കും. സോ ഇവൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആൾ എടുക്കുക. നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2 × 2 ആയിരിക്കും. അതായത് 2 റോയും 2 കോളം ഉണ്ടാവണം. ഇതേപോലത്തെ ഒരു മെട്രിക്സ് തന്നെയാണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുക, റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുക. ഇത് മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കുറേ ഗുണമുണ്ട്. തെറ്റിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്കതിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ട് 2 × 2 ആണെന്ന് മനസ്സിലായി. നമ്മളിത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ആദ്യം ഇവൻ്റെ ഒരു റോ എടുക്കുന്നു, മറ്റാളുടെ കോളത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഈ ഒരു റോ ആണ്, ഇവൻ്റെ കോളം കൊണ്ടാണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ആദ്യം ഈ ഒരു ഡിജിറ്റ് ഉണ്ട്, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് ഇതെടുക്കുന്നു, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അത് രണ്ടും ആഡ് ചെയ്താൽ ഒരു ടേം കിട്ടും. പറയുന്നത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഒരു റോയും ഒരു കോളം എടുത്താൽ നമുക്ക് ഒരു നമ്പർ കിട്ടും. ഈ ഒരു റോന് അടുത്ത കോളം എടുത്താൽ അടുത്തൊരു നമ്പർ കിട്ടും. നെക്സ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോയിട്ടുള്ള പരിപാടി കഴിഞ്ഞു. അടുത്ത റോ എടുക്കുന്നു, ഈ ഒരു കോളത്തിനെ വെച്ച് ചെയ്യുന്നു, അടുത്തൊരു നമ്പർ കിട്ടും. ഈ ഒരു റോ എടുക്കുന്നു, അടുത്ത കോളത്തിൽ വെച്ച് ചെയ്യുന്നു, അടുത്തൊരു നമ്പർ കിട്ടും. അങ്ങനെ 4 വാല്യൂസ് നമുക്ക് കിട്ടും. അതായത് നമുക്ക് കിട്ടേണ്ട മെട്രിക്സ് പറഞ്ഞാൽ 4 നമ്പറുള്ള, ഇവിടെ ഒന്നുണ്ടാവണം, ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും, ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും, ഇവിടെ നമ്പർ. ഇത് 2 × 2 ആണ് നമുക്ക് കിട്ടുകയെന്ന് മനസ്സിലായല്ലോ. സോ ഇവനെ 2 വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു നമ്പർ കിട്ടും. ഇതും ഇവിടെയും വെച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നമ്പർ കിട്ടും. ഇവനും വെച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നമ്പർ കിട്ടും. ഇവനും ചെയ്യുന്ന സമയത്ത് ഈ ഒരു നമ്പർ കിട്ടും. സോ ഈ രീതിയിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. സോ മൾട്ടിപ്ലിക്കേഷനിൽ ഈ ഒരു റോ എടുക്കുന്നു, ഈ ഒരു കോളത്തോട് ചെയ്യുന്നു. സോ ഫസ്റ്റത്തെ ടേം ഈ 2 ആണ്. ഈ 2നെ ഞാൻ 5 കൊണ്ട് ഗുണിക്കുന്നു, പ്ലസ് ഈ 5 എടുക്കുന്നു, 50 കൊണ്ട് ഗുണിക്കുന്നു. സോ 2 × 5 പ്ലസ് ഇത് ഇൻറ്റു ഇത് 5 × 50. സോ ഇത് വെച്ച് എല്ലാ ടേമും ചെയ്യണം. അടുത്ത ടേമും കൂടെ പറയാം. നെക്സ്റ്റ് ടേം ഞാൻ സ്പീഡിൽ ചെയ്യാം. സോ ഈ ഒരു റോൾ എടുക്കുന്നു, അടുത്ത കോളം കൊണ്ട് ചെയ്യുന്നു. ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 2 × 4. സോ 2 × 4 പ്ലസ് 5 × 40 പ്ലസ് 5 × 40. അടുത്ത നെക്സ്റ്റ് അതേപോലെ പറഞ്ഞ് ഈ റോ എടുക്കുന്നു, ഈ കോളം വെച്ച് ചെയ്യാം. സോ ആ റോൾ എടുത്ത് ആ കോളം എങ്ങനെ ചെയ്യാം? 8 × ഈ 5. സോ 8 × 5 പ്ലസ് 10 × 50. സോ നമ്മൾ ചെയ്യുന്നു 10 × 50. സോ അടുത്ത ടേമായി. അടുത്തത് ഈ റോ എടുക്കുന്നു, ഈ കോളം കൊണ്ട് ചെയ്യുന്നു. ആ കോളം കൊണ്ട് ചെയ്യുന്ന സമയത്ത് 8 × 4 പ്ലസ് 10 × 40. സോ നമ്മുടെ ടേമുകളുടെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ ഇതിനെ റെഡ്യൂസ് ചെയ്താൽ മാത്രം മതിയാവും.
ഈ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ 5നെ 5 കൊണ്ട് ആദ്യം ആഡ് ചെയ്ത് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് തമ്മിൽ കൂട്ടുക. 2നെ 5 മൾട്ടിപ്ലൈ ചെയ്യുക, 5നെ 50 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് തമ്മിൽ കൂട്ടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ 5 തമ്മിൽ ആദ്യം ആഡ് ചെയ്തതിന് ശേഷം ബാക്കി തമ്മിൽ ചെയ്യരുത്. കാരണം ആദ്യം നമ്മൾ എപ്പോഴും മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുക. ബേസിക് കൃത്യമായിട്ട് അറിയുമെന്ന് മനസ്സിലാക്കുകയാണ്. സോ ഇത് ആൻസർ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ ടേം ചെയ്താൽ 260 കിട്ടും. രണ്ടാമത്തെ ടേം ഈ ഒരു ടേം ചെയ്തിട്ടുണ്ടെങ്കിൽ 208 നമുക്ക് കിട്ടും. ഈ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 540 കിട്ടും. അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ ടൈം ലാപ്സ് ആക്കുന്നില്ല, ടൈം ലാപ്പായിട്ട് എടുത്ത് ചെയ്ത് പോവാണ്. ഈ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടും, 438 കിട്ടും. സോ ആൻസർ എന്താ വരിക, ഈ ഒരു നമ്പേഴ്സ് വരും. സോ 2 × 2 മെട്രിക്സ് ആണ്. അതായത് 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഒരു റോ എടുക്കുന്നു, ആദ്യത്തെ കോളത്തിൽ ഇത് ചെയ്യുന്നു, അപ്പോൾ ഒരു ടേം കിട്ടും. അതായത് ഈ ഒരു ടേം കിട്ടി, ഈ ഒരു ടേം കിട്ടി. നെക്സ്റ്റ് ആ റോനെ രണ്ടാമത്തെ കോളറ്റ് ചെയ്യുന്നു. സോ അടുത്തൊരു ടേം കിട്ടി, ഈ ഒരു ടേം കിട്ടി. നെക്സ്റ്റ് രണ്ടാമത്തെ റോ എടുക്കുന്നു, ആദ്യത്തെ കോളത്ത് വെച്ച് ചെയ്യുന്നു, അപ്പോൾ ഈ ഒരു ടേം കിട്ടും. പിന്നെ രണ്ടാമത്തെ റോ എടുക്കുന്നു, രണ്ടാമത്തെ കോളറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് റോനെ ആദ്യത്തെ കോളറ്റ് ചെയ്യും. ഓക്കെ ആണോ? രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ റോനെ രണ്ടാമത്തെ കോളറ്റ് ചെയ്യും. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ രണ്ടാമത്തെ കോളറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് എങ്ങനെ ചെയ്യുക, നമ്മൾ രണ്ടാമത്തെ റോ എടുക്കുന്നു, ആദ്യത്തെ കോളറ്റ് ചെയ്യുന്നു, ആ രണ്ടാമത്തെ റോ എടുക്കുന്നു, രണ്ടാമത്തെ കോളം വെച്ച് ചെയ്യുന്നു. അതായത് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളം വെച്ച് ചെയ്യുന്നു. ഈ രീതിയിലാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ എത്ര എടുത്ത് ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ സ്പീഡ്. ഇത് നല്ലോണം ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് എൻട്രൻസിനും ഇവിടെയും ബോർഡ് എക്സാമിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ഈ 3 ക്വസ്റ്റ്യൻ ശരിക്കും ചെയ്ത് പഠിച്ചാൽ തന്നെ എത്ര ഹയർ ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാം. സോ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഇതിനൊപ്പം ചെയ്യിക്കുന്നുണ്ട്. സോ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ഒപ്പം ഇരുന്ന് കണ്ട് പഠിച്ച് ചെയ്ത് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ ഒന്ന് കണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ചെയ്യാം, എന്നിട്ട് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാം. സോ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ പ്രോബ്ലംസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ പിന്നെ ബാക്കിലേക്ക് വന്ന് വെരിഫൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്ത് പോയാൽ മതി. ഒന്നും പ്രശ്നം വരാൻ സാധ്യതയില്ല. സോ നോക്കുക, ഈ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് 2 × 3 മെട്രിക്സ് ആണ്, ഇത് 3 × 3 മെട്രിക്സ് ആണ്. സോ ഇവൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും, നമുക്ക് ഈ 2 × 3 മെട്രിക്സ് ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇവൻ്റെ ഫസ്റ്റും ഇതും കൂടെ നോക്കിയാൽ 2 × 3 മെട്രിക്സ് ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. നമുക്ക് മനസ്സിലായി. സോ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തവൻ്റെ റോ എടുക്കുന്നു, രണ്ടാമത്തെ ആദ്യത്തവൻ്റെ റോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഞാൻ ആദ്യത്തെ 1 1 2 എന്നുള്ളത് എടുക്കുന്നു. പിന്നെ എന്താണ് 2 1 -5 എന്നിട്ട് ചെയ്യുക. സോ 1നെ 2 കൊണ്ട് ചെയ്യുക, പ്ലസ് 1നെ -1 കൊണ്ട് ചെയ്യുക, പ്ലസ് 2നെ 5 കൊണ്ട് ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റോനെ ഈ ഒരു റോ എടുക്കുന്നു, അടുത്ത കോളറ്റ് ചെയ്യുന്നു, അപ്പോൾ അടുത്തൊരു ടേം കിട്ടും. കഴിഞ്ഞാൽ ഈ ഒരു റോ എടുക്കുന്നു, ഈ ഒരു ടേമിന് അടുത്ത ടേം കിട്ടും, ഈ ഒരു റോ എടുക്കുന്നു, അടുത്ത ടേമിനോട് അടുത്തൊരു ടേം കിട്ടും. നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ടേമും ശ്രദ്ധിച്ച് ചെയ്യുക. ചെയ്യണ സമയത്ത് നിങ്ങൾ ടേം കിട്ടുന്ന സമയത്ത് എല്ലാതും വെരിഫൈ ചെയ്യുക. ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ആദ്യം നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ മൊത്തം ചെയ്തതിന് ശേഷം മാത്രം അഡീഷൻ ചെയ്യാൻ പാടുള്ളൂ. സോ നോക്കുക, ഇവിടെ ഞാൻ ആദ്യത്തെ ടേം 1 × 2 1 × 2 എന്നുള്ള ടേം എന്താ വരിക, അത് 2 ആണ് വരിക. നെക്സ്റ്റ് -1 × -1 -1 × -1 എന്ന് പറഞ്ഞാൽ അത് 1 ആയി മാറും. -1 -1 പ്ലസ് ആയി മാറില്ലേ. നെക്സ്റ്റ് ടേം 2 × 5 അതെന്താ വരിക, 10 ആണ് വരിക. അപ്പോൾ അതൊരു ടേമായി. അടുത്തത് അത് അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 -1 -8. സോ അടുത്ത ടേം എന്ന് പറയുന്നത് 0 വരും, -3 + 20. നെക്സ്റ്റ് 0 + 3 -60. സോ നമ്മുടെ മെട്രിക്സ് റെഡ്യൂസ് ആവും. ഇത് നിങ്ങൾ ചെയ്തിട്ട് തന്നെ ഇതേപോലെ ചെയ്ത് കാണിക്കണം. എന്നാൽ മനസ്സിൽ ചെയ്യരുത്, ക്ലിയർ ആയിട്ട് ചെയ്ത് കാണിക്കുക. എന്നാലാണ് ആ സ്റ്റെപ്പിനൊക്കെ മാർക്ക് ഉണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്മൾക്ക് ആ ഒരു പ്രശ്നമില്ലാതെ സ്റ്റെപ്പിന് മാർക്ക് കിട്ടും. സോ ഇതാണ് നമ്മളുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആൻസർ. 13 - 2 17 - 13. സോ ഈ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. വെരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്യുക. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് നോക്കുക. 4-5 ക്വസ്റ്റ്യൻ ശരിക്കും ചെയ്ത് പഠിച്ചാൽ ഇത് സ്പീഡാവും, സ്പീഡിൽ ചെയ്യാൻ പറ്റും. സോ ബേസിക്കാണ് നമുക്ക് ക്ലിയർ ആവേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഹയർ ലെവൽ ഏത് ക്ലാസ്സുകൾക്കും ശേഷം പോയി കഴിഞ്ഞാലും +2 കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാതെ ഒരു ഏരിയ ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. സോ ടെക്സ്റ്റിലുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ നന്നായിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഞാൻ കാര്യങ്ങൾ ഇവിടെ ആൻസർ സഹിതം കൊടുക്കും. സോ നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. മെട്രിക്സിൻ്റെ ഓർഡർ മാറുന്നതിനനുസരിച്ച് നമ്മൾക്ക് പലതരം മെട്രിക്സുകൾ കിട്ടും. ഇപ്പോൾ ഇവിടെ 2 × 2 മെട്രിക്സ് ആണ് ഇതുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ 2 × 3 മെട്രിക്സാണ്. സോ ഇത് രണ്ടും ഈക്വലാണ്. നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഏതായിരിക്കും, 2 × 3 മെട്രിക്സ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആൻസർ ആയിട്ട് കിട്ടുക. സോ ആ കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രം എപ്പോഴും പ്രോബ്ലം ചെയ്യാം. ഇവ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഇത് റോ എടുക്കുന്നു, ഈ ഒരു കോളറ്റ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. അതെങ്ങനെയാണ് കിട്ടുക,
6ന് 2 ഗുണിച്ചാൽ 12 കിട്ടും, 9ന് 7 ഗുണിച്ചാൽ 63 കിട്ടും. സോ ആ രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഈ ഒരു ടേം കിട്ടും. അങ്ങനെ എല്ലാ ടേമും നമ്മൾ ചെയ്യും, ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ട് എങ്ങനെ എടുക്കുക എന്നുള്ള കേസ് പറഞ്ഞു. അതായത് ഞാനൊരു 2x3 മെട്രിക്സ് ആണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 2x3 മെട്രിക്സ് 3x2 മെട്രിക്സിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ് നമുക്കറിയാം. അതായത് 2x2 ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആണ്. സോ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 2x2 മെട്രിക്സ് ആയിരിക്കും അല്ലേ. നമ്മളിതിനെ നേരെ തിരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കും. ഈ മെട്രിക്സിന് ഈ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്തായി മാറി, ഇതൊരു 3x3 മെട്രിക്സ്, അതായത് 3x2. ഈ ഒരു മെട്രിക്സ് നമ്മൾ ഇവിടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു മെട്രിക്സ് ഇവിടെ വരും, 2x3 മെട്രിക്സ് ഇവിടെ വരും. നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും, 3x3 മെട്രിക്സ് ആയിരിക്കും. അതായത് ഇത് വെച്ചല്ലേ, ഇത് 2x2, ഇത് പറഞ്ഞാൽ ഈ ഒരു മെട്രിക്സ് കിട്ടുന്ന മെട്രിക്സ് 3x3 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു 2x2 മെട്രിക്സ് 3x3 മെട്രിക്സിനോട് ഈക്വൽ ആവും. ഞാൻ ഈ ഒരു മെട്രിക്സിനെ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എനിക്കൊരു 2x2 മെട്രിക്സ് കിട്ടി. എന്നിട്ട് ശേഷം ഞാൻ ഈ ബി എന്ന മെട്രിക്സ് ഇവിടെ എടുത്തു. എന്നിട്ട് ബി എന്ന മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മളിപ്പോൾ സാധാ മൾട്ടിപ്ലിക്കേഷൻ പറയുകയാണ്. 2x3 എന്ന് പറഞ്ഞാൽ അത് 6 ആണ്, 3x2 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ ഇത് ഇങ്ങോട്ട് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താലും നമ്പേഴ്സിൻ്റെ കേസിൽ സെയിം ആയി വരും. പക്ഷേ മെട്രിക്സിൻ്റെ കേസിൽ അതൊരിക്കലും സെയിം ആവില്ല. അതായത് എനെ ബി ആയിട്ട് ഗുണിച്ചിട്ട് ബീനെ എ ആയിട്ട് ഗുണിച്ചാലുള്ള ആൻസർ അല്ല സെയിം ആയിട്ട് ഒരിക്കലും വരില്ല. നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ ഇത് 2x2 മെട്രിക്സാണ്. ഈ 2x2 മെട്രിക്സിൽ എന്താ ഉണ്ടാവുക, 2 റോ ഉണ്ടാവും, 2 കോളം ഉണ്ടാവും. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ 3 റോയും ഉണ്ട്, 3 കോളും ഉണ്ട്. അപ്പോൾ അതൊരിക്കലും ഈക്വൽ ആവില്ല. ആ കേസ് പറയാൻ വേണ്ടി, പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു പ്രോബ്ലം ഉണ്ട്. സോ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ മറ്റൊരു മെട്രിക്സ് ഉണ്ട്, സി എന്ന് പറഞ്ഞിട്ട് വേറൊരു മെട്രിക്സ് ഉണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു 3 മെട്രിക്സുകളുണ്ട്. അതിൽ എ എന്ന് പറഞ്ഞ ബി എന്ന മെട്രിക്സിനോട് ആഡ് ചെയ്തിട്ട് സി എന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എയും സിയും മൾട്ടിപ്ലൈ ചെയ്ത് ബിയും സിയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം അത് ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷൻ വെരിഫൈ ചെയ്യാൻ നിങ്ങൾ ആദ്യം ഈ ഒരു പ്രോബ്ലം ചെയ്യുക, നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പ്രോബ്ലം സ്വന്തമായി ചെയ്ത് നോക്കുക, വേറെ പ്രോബ്ലം തരാം, വർക്കായിട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക, സെക്ഷനിൽ നിങ്ങൾ നോക്കാം. ഈ ഒരു പ്രോബ്ലം നോക്കാം. അവിടെ 2 മെട്രിക്സ് ഉണ്ട്. ഈ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാൻ ബി എന്ന് പറഞ്ഞ മെട്രിക്സിനോട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങളുടെ ഓർഡറും കാര്യങ്ങളും പറഞ്ഞതാണ്. ആദ്യം റോ എടുത്തു, ഈ ഒരു കോളം കൊണ്ട് ചെയ്യുമ്പോൾ സോ ഈ ഒരു ആൻസർ കിട്ടും. ഫസ്റ്റ് ഞാൻ 1x2 ചെയ്താൽ 1x2 ചെയ്ത് 2 കിട്ടും, -2 × 4 -8 കിട്ടും, 3x2 ചെയ്താൽ 6 കിട്ടും. സോ ഇങ്ങനെ ഒരു ടേം കിട്ടി. അപ്പോൾ അങ്ങനെ ഓരോന്നും ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ വന്നു. ടേം എന്താ കിട്ടി, എ ബി എന്ന മെട്രിക്സ് 0 -4 10 കിട്ടി. ഇനി ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. ബീനെ എ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം ബി എന്ന മെട്രിക്സ് എടുക്കുന്നു, രണ്ടാമത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് എടുക്കുന്നു. എന്നിട്ട് ബി എന്ന് പറഞ്ഞ റോനെ എൻ്റെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടേം കിട്ടും. അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവൻ്റെ റോ എടുത്തിട്ട് അടുത്ത കോളം കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ ഈ ഒരു ടേം കിട്ടും. പിന്നെ ഈ ഒരു റോനെ കൊണ്ട് തന്നെ ഇവനെ കൊണ്ട്, അപ്പോൾ കോളം മൊത്തം കഴിഞ്ഞു, അപ്പോൾ അടുത്ത ടേമായി. അതേപോലെ അടുത്ത റോ എടുക്കുന്നു, അടുത്ത കോളം, അപ്പോൾ അടുത്ത ടേം. അങ്ങനെ എല്ലാ ടേമും കിട്ടി. മെട്രിക്സ് എടുത്തപ്പോൾ നമുക്ക് 3x3 മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എ ബി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ മെട്രിക്സ് 2x2 മെട്രിക്സ്, ബി എ ചെയ്ത സമയത്ത് 3x3 മെട്രിക്സ് കിട്ടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ 2 മെട്രിക്സും ഈ ഒരു മെട്രിക്സ് അല്ല ഇവിടെയുള്ള ആ ഒരു മെട്രിക്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും എ ബി നോട്ട് ഈക്വൽ ടു ബി എ എന്ന് എഴുതാൻ പറ്റും. സോ ഇത് ചെയ്ത് നോക്കി ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്കിതിങ്ങനെ ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഷോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എ ബി നോട്ട് ഈക്വൽ ടു ബി എ, ഹെൻസ് പ്രൂവ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതേ ടൈപ്പ് ഏത് ക്വസ്റ്റ്യനും വരാം. അതുകൊണ്ട് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. എ ബിനെറ്റ് ആഡ് ചെയ്തിട്ട് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എയും സിയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബിയും സിയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് തമ്മിൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലത്തെ നോക്കുക. എ എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് ഉണ്ട്. അതിൽ a³ -3 2 23a -40i = 0 എന്ന് കിട്ടണം. സോ a³ പറഞ്ഞാൽ എനെ 3 പ്രാവശ്യം ഗുണിക്കുക. എനെ എ കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ആ കിട്ടുന്നതിനെ എ കൊണ്ട് ഗുണിക്കുക, അപ്പോൾ a³ കിട്ടി. എന്നിട്ട് അതിനെ 23a കൊണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ 23 എങ്ങനെയാണ്, ഈ 23നെ ഈ ടേം കൊണ്ട് ഗുണിക്കുക, ഈ ടേം കൊണ്ട്, അപ്പോൾ 23a കിട്ടും. 23aനെ നമ്മളെ ഗുണിക്കുക. ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ എല്ലാ ടേമിനും 23 കൊണ്ടുപോയിട്ട് 23a കിട്ടും. എന്നിട്ട് ആ a³ എന്ന് പറഞ്ഞ മെട്രിക്സിൽ നിന്ന് 23a മെട്രിക്സ് മൈനസ് ചെയ്യാം. പിന്നെ 40i എന്ന് പറഞ്ഞാൽ ഐ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3x3 മെട്രിക്സാണ്. അപ്പോൾ അതിൻ്റെ ഐ മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ മാത്രം 1, ബാക്കിയുള്ള വാല്യൂ ഒക്കെ 0. അപ്പോൾ 1 0 0 0 1 0 0 0 1.
സോ ഇതാണ് ഐ മെട്രിക്സ്. ഇതൊരു 3x3 ഐ മെട്രിക്സ് ആണ്. നമുക്ക് തരുന്നത് ഇനി 2x2 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എന്താ 1 0 0 1. അപ്പോൾ ഇതിനാണ് ഐ മെട്രിക്സ് എന്ന് പറയുന്നത്. ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം 1 ആയിട്ടുള്ള മെട്രിക്സിനെ നമ്മൾ ഐ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ തോന്നുന്നുള്ള ഐ മെട്രിക്സാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് A³ കണ്ടിട്ട് അതിന് 23A മൈനസ് ചെയ്യുക, എന്നിട്ട് അതിനെ 40I കൊണ്ട് മൈനസ് ചെയ്യും. 40I എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 40 വരും, എന്നിട്ട് ഇവിടെ 40 കൊണ്ട് ഗുണിക്കുക, ഇതിനെ 40 കൊണ്ട് 40 കൊണ്ട്. അപ്പോൾ ഈ മെട്രിക്സ് എന്ത് വരും? 40 0 0 വരും, പിന്നെ 0 40 0 എന്ന് വരും, 0 0 40 എന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടും. സോ ഈ ഒരു പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അടുത്ത സെക്ഷനിൽ ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്യുക. കൂടുതൽ പ്രോബ്ലംസും എക്സസൈസും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും. ടെക്സ്റ്റിലെ എല്ലാ എക്സസൈസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യും. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ളത് പറയാം. ദി സെക്ഷൻ ഈസ് ഓവർ. താങ്ക് യു. ബൈ.